ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. എ കമ്പനി മേ റിസർവ് എ പോർഷൻ ഓഫ് ഇറ്റ്സ് അൺകോൾഡ് ക്യാപിറ്റൽ to be called only in the event of winding up of the company. Such uncalled amount is called reserve capital of the company. അതായത് വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ മാത്രം ഒരു കമ്പനിയുടെ അടച്ചുപൂട്ടലിൻ്റെ സമയത്ത് മാത്രം വിളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും, ഒരു നിശ്ചിത ഭാഗം ക്യാപിറ്റൽ കമ്പനിയുടെ ഡിസൊല്യൂഷൻ സമയത്ത്, അതായത് വൈൻഡിങ് അപ്പ് ടൈമിൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നൽകുന്നതിന് വേണ്ടി മാത്രം വിളിച്ചെടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ? വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ മാത്രം അതായത് ഒരു കമ്പനിയുടെ അടച്ചുപൂട്ടലിൻ്റെ സമയത്ത് മാത്രം വിളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാപിറ്റലിൻ്റെ പോർഷനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് നോക്കാം. Capital reserve is the reserve built out of capital profit which is not earned during the ordinary course of business. It is created out of profit on sale of fixed asset, premium received on issue of shares, profit on reissued or forfeited shares, etc. Usually, it is not available for dividend to shareholders. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നുണ്ടാകുന്നതാണ് ക്യാപിറ്റൽ റിസർവ്. കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നീക്കി വെക്കുന്ന ഒരു തുക, അതാണ് ക്യാപിറ്റൽ റിസർവ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എക്സെട്ര. അതായത് നമ്മൾ ഏതെങ്കിലും അസറ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഫോർഫീറ്റ് ചെയ്ത ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ്, ആ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് നീക്കി വെക്കുന്ന തുകയാണ് ക്യാപിറ്റൽ റിസർവ്. ഈ ക്യാപിറ്റൽ റിസർവ് ഒരിക്കലും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതൊരു മെയിൻ പോയിന്റ് ആണ്. ഇനി നമുക്ക് ഡിഫറൻസ് നോക്കാം. ദ അൺകോൾഡ് പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആസ് പെർ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദ കമ്പനി. അതായത് നമ്മൾ പറഞ്ഞു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ അൺകോൾഡ് പോർഷനാണ് റിസർവ് ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിയുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പ്രകാരം നീക്കി വെക്കുന്നതാണ് റിസർവ് ക്യാപിറ്റൽ. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എന്താണ്? ദറ്റ് പോർഷൻ ഓഫ് ദി ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് കെപ്റ്റ് ആസ് റിസർവ് ഫോർ സം സ്പെഷ്യൽ പർപ്പസ്. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നീക്കി വെക്കുന്ന ഒരു പോർഷനാണ്. അതായത് ഒരു സ്പെഷ്യൽ പർപ്പസ് വരുമ്പം, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ലോസ്, അതുപോലെ ക്യാപിറ്റൽ ലോസ് ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടി നമ്മൾ നികത്തി വെക്കുന്ന ഒരു പോർഷനാണ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ഇനി സോഴ്സിൻ്റെ ബേസിസിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. റിസർവ് ക്യാപിറ്റൽ. ദ സോഴ്സ് ഓഫ് റിസർവ് ക്യാപിറ്റൽ ഈസ് ദ അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലിൻ്റെ അൺകോൾഡ് പോർഷനെയാണ് റിസർവ് ക്യാപിറ്റലായിട്ട് നീക്കി വെക്കുക. നമ്മൾ പറഞ്ഞു, മീനിങ് പറയുമ്പോൾ പറഞ്ഞു. ഇനി ക്യാപിറ്റൽ റിസർവിൽ എങ്ങനെയാണ്? ദ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ റിസർവ് ഈസ് ദ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നീക്കി വെക്കുന്നതാണ്, അതാണ് അതിൻ്റെ സോഴ്സ്. ഓക്കെ, ഇനി തേർഡ് വൺ, ഡിസ്ക്ലോഷർ. ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ റിസർവ് ക്യാപിറ്റൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്നാൽ ക്യാപിറ്റൽ റിസർവോ ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് ത്രൂ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട്. ഇനി യൂട്ടിലൈസേഷൻ്റെ ബേസിസിൽ കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടു റൈറ്റ് ഓഫ് ലോസസ്. അതായത് ലോസസ് ഒന്നും റൈറ്റ് ഓഫ് ചെയ്യാൻ റിസർവ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. എന്നാൽ ക്യാപിറ്റൽ റിസർവിലോ ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ, യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റലിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമാണ്. അതായത് ഈ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അനുവദിക്കുകയും ഒപ്പം തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം. ഇനി ക്യാപിറ്റൽ റിസർവിൻ്റെ ബേസിലോ നോ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ്. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെയും ആവശ്യകതയില്ല. ഇനി ടൈം ഓഫ് യൂസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് വൈൻഡിങ് അപ്പ്, ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ മാത്രമാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്.
ക്യാപിറ്റൽ റിസർവോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ലൈഫിലെ ഏത് ടൈമിലും യൂസ് ചെയ്യാം. ക്യാപിറ്റൽ ലോസ് വരുമ്പോൾ അത് നികത്താനും ഒക്കെ നമുക്ക് ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം. ഇനി ബോണസ് ഇഷ്യൂ, ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനൊന്നും യൂസ് ചെയ്യാൻ നമുക്ക് റിസർവ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മുടെ ക്യാപിറ്റൽ റിസർവോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ്. അതായത് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് പോയിന്റ് കമ്പൽഷൻ. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. അതായത് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെന്നൊരു കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ആണ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റൽ റിസർവോ ഇറ്റ് ഈസ് കമ്പൽസറി ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ്. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നൊരു എമൗണ്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് നീക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കമ്പൽസറി ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്താണെന്നും ക്യാപിറ്റൽ റിസർവ് എന്താണെന്നും പറഞ്ഞു, അതിൻ്റെ ഡിഫറൻസും പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് അക്യുവേദ.